അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ ചൊമ്മത്താൽമാറും കേക്കിട ഒരു വിഷയമായിട്ടിക്കട് ഞങ്ങളുടെ ലൈഫിൽ ചൊമ്മ നിസ്കാരങ്ങ കളാ ആയിപ്പോയിട് മിസ്സായിപ്പോയിട് കൃത്യമായിട്ട് അത് എത്രയായിട്ട് കണക്ക് ഞങ്ങൾ ഗൊന്തില്ല. ഞങ്ങൾ എങ്ങനെയായിട്ടിക്കടത് കളാ വീട്ടുണായേ നിസ്കാര കലാവുള്ള ആളുമാർക്ക് സുന്നത്ത് നിസ്കരിക്കമ കലാ വീട്ട് മധ്യത്തിൽ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അയാളെ അവസ്ഥ എന്തോ ഈ എല്ലാ വിഷയമായിട്ടിക്കട് എൻ്റെ നാദികളൊട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ആൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കടെ ചൊമ്മ ആൾമാറുള്ളാറ്. അതിൻ്റെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കൊണൂട്ടി ഏൽപ്പിച്ചങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കട് നിസ്കാരാൻ ചൊല്ലത്. നിസ്കാര ബുടകു മിസ്സാക്കുകയോ ഒരു ചാൻസും ഇല്ലാണ്ടായിട്ടിക്കട് ഒരു മുസ്ലിമായ മനുഷ്യ ഒരു അമുസ്ലിമായ മനുഷ്യരുടെ മധ്യത്തിലുള്ള വ്യത്യാസ നിസ്കാരമായിട്ടിക്കട. അങ്ങനെ നിസ്കരിക്കട അങ്ങനെ നിസ്കരിക്കില്ലാണ്ടായിട്ടിക്കട. നാളെ യജമാനനായ റബ്ബുടെ മുന്നോല് ഞങ്ങൾ എത്തിയേണ്ടി കണ്ടെങ്കിൽ ഫസ്റ്റ് റബ്ബ് ഞങ്ങളിൽ കേക്കിട വിഷയ നിസ്കാരത്തെ വിഷയമായിട്ടിക്കട്. എല്ലാ നിലക്കും നിസ്കാരാൻ ചൊല്ലത് ചൊമ്മ ഗൗരവമുള്ള ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്. ഞങ്ങളെ കൂട്ടത്തിൽ ചൊമ്മത്താൽമാറി ചൊല്ലൊരു ബേജാറായിട്ടിക്കട്. അൽഹംദുലില്ലാ ഇപ്പം ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടുള്ള ആയെങ്കിൽ ഞങ്ങൾ ലൈഫിൽ ഞങ്ങൾ ആ യങ് ടൈമിൽ ആ വയസ്സ് കാരണം അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തെ ഒരു ഗൗരവ ഗംഭീരത്തെ ഗുന്തില്ലാത്ത കൊണ്ടിട്ട് ചൊമ്മ നിസ്കാരങ്ങള ഞങ്ങൾ ലൈഫിൽ ഞങ്ങൾ വിട്ര ഞങ്ങൾ മിസ്സാക്കിറ കലാ ആക്കിറ എങ്ങനെയായിട്ടിക്കട ഞങ്ങൾ കലാ വീട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള കണക്ക് എത്ര ഏതിട്ട് ഏതും ഞങ്ങൾ ഗൊന്തില്ല. ഞങ്ങൾ എങ്ങനെയായിട്ടിക്കട കലാ വീട്ടുണായേ. അതേപോലെ ചില ഉമ്മമാർ ചൊല്ലലുണ്ട് ഞങ്ങൾക്ക് ലുഹാ നിസ്കരിക്കണോ തഹജ്ജു നിസ്കരിക്കൊണ്ടല്ല ചുമ്മ ആശ ഉണ്ടായെങ്കില ഞങ്ങൾക്ക് ഫർള് കലാ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ എങ്ങനെയായിട്ടിക്കട് നിസ്കരിക്കണായത്. ഇതൊക്കെല്ലാം സിമ്പിളായിട്ടുള്ള പരിഹാരമായിട്ടിക്കട് നാണെങ്കിൽ ചൊല്ലത്. ഈ ചൊല്ലയ്ക്ക് മുന്നല്ലോ ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കണം. ഞങ്ങൾ ലൈഫിൽ ഒരു നിസ്കാരാവട്ടെ അല്ലെങ്കിൽ ഒരു വർഷത്തെ നിസ്കാരാവട്ടെ അല്ലെങ്കിൽ ഒരു 5 വർഷം 50 വർഷത്തെ നിസ്കാര വേണമെങ്കിൽ ആ നിസ്കാരം കലാ വീട്ടൊന്ന് അല്ലാണ്ട് വേറെ ഒരു നിലക്കുള്ള പരിഹാരം ഇല്ലാണ്ടായിട്ടിക്കട്. നിസ്കാരം കലാ വീട്ടാണ്ട് ഞങ്ങൾ തൗബ ആക്കിയത് കൊണ്ടിട്ട് അത് പരിഹാരമാവില്ലാണ്ടായിട്ട്. കാരണം ഒരാൾ ഒരു തൗബ ചെയ്യുമ്പോഴത്തേക്കോ അതൊക്കെ ചില ഷർത്തുങ്ങ പരിശുദ്ധമായി ഇസ്ലാം വെച്ചത്. ഉദാഹരണം ചൊല്ലേണ്ടെങ്കിൽ മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കടപാട് അയാൾ കൊടുത്തു തീർക്കൊണ്ടായിട്ടിക്കട്. അതേപോലെ പടച്ചോണ് നിർബന്ധമാക്കിയിട്ടുള്ള എനിക്കത്തെ വിഷയങ്ങ ലൈഫിൽ മിസ്സായി പോയിട്ടിന്നേണ്ടെങ്കിൽ അത് വീടുണ്ടായിട്ടിക്കട്. നിസ്കാരം കലാ ഇന്നെങ്കിൽ ആ നിസ്കാരം കലാ വീട്ടിലോടായിട്ടിക്കട് യജമാനനായ റബ്ബറൊട്ടിക ഞങ്ങ തൗബ ചെയ്യണായി. അല്ലാണ്ട് ഞങ്ങൾ ഒരാളെ 10,000 രൂപ പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ കട്ടെടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാണ്ട് അല്ലാ നീ പുറത്തു താന്നിട്ട് ദ്വാരുന്നത് കൊണ്ട് കാര്യമാവിടെ ഇല്ല. ഫസ്റ്റ് ആ പൈസ കൊടുത്താൽ പിന്നെ ആയിട്ടിക്കട് ഞങ്ങൾ റബ്ബിടൊട്ടിಗೆ ദ്വാർക്കുണായത്. അതേപോലെ ആയിട്ടിക്കടി നിസ്കാരാൻ ചൊല്ലത് അത് കലാ വീട്ടണല്ലാണ്ട് വേറെ ഒരു നിലക്കുള്ള ഓപ്ഷൻ അവിടെ ഇല്ലാണ്ടായിട്ടിക്കട്. അപ്പോൾ ഒരാൾ അയാളെ ലൈഫിൽ ഒരു 5 വർഷത്തെ നിസ്കാരം മിസ്സായി പോയിട്ട് കാണുന്നെങ്കിൽ ഒരാൾക്ക് ഒരു ആണായ ഉണകോ നിസ്കാരം നിർബന്ധമാവുന്നത് പ്രായപൂർത്തിയായാൽ പിന്നെ ആയിട്ടിക്കട്. ഈ പ്രായപൂർത്തിയാവുന്നത് ഏകദേശം ഒരു ആണുക്ക് ഏകദേശം ഒരു 15 വയസ്സാകുമ്പോഴത്തേക്കായിട്ടിക്കട് അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്. അതൊക്കെ മുന്നോട്ട് നിർബന്ധമില്ല. പെണ്ണായ അവൾക്കും അവൾ ആ മെൻസസ് ടൈം ആകുമ്പോഴത്തേക്കായിട്ടിക്കട് അവൾ പ്രായപൂർത്തിയാവുന്നത് അതിൽ പിന്നെ ആയിട്ടിക്കട് അവൾക്ക് എന്താവടോ നിസ്കാരം ചൊല്ലത് നിർബന്ധമാണ്. അപ്പോൾ ഏകദേശം ഒരു 15 വയസ്സിലിനെ അയാൾക്ക് പ്രായപൂർത്തിയായിട്ട് അയാൾ ഒരു 20 വയസ്സ് തോല 5 വർഷം കൃത്യമായിട്ട് അയാൾ നിസ്കരിച്ചില്ല. അയാൾ കൃത്യമായിട്ട് നെനപ്പുണ്ടോണ്ട് കണ്ടെങ്കിൽ ആ 5 വർഷത്തെ നിസ്കാരം അയാൾ കണക്കാക്കിയിട്ട് കലാ വീട്ടിയെങ്കിലായിട്ട്. ഇനി അങ്ങനെയല്ല, ഇനി ഒരാൾ എന്തില്ല അത് എത്ര വർഷാണ്ട് ഒരു അന്താജ് കൃത്യമായിട്ടുള്ള കണക്കായാലെ കയ്യിലില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളിയാഴ്ച ജുമാ പോയിട്ട് ജുമാ നിസ്കരിച്ചത് ആയെങ്കിലും കൃത്യമായിട്ട് എത്ര നിസ്കരിച്ചിരാൻ ചെന്നിട്ടുള്ള എനിക്ക് എത്ര ഒരു കണക്ക് അയാളെ കയ്യിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ
അതാ ഇമാമിങ്ങ അവിടെ പഠിപ്പാട്ടിയത് അയാൾ എന്താക്കണം ചെന്നെങ്കിൽ അയാൾ നിസ്കാരം അതാ വിട്ടിട്ടു അല്ലെങ്കിൽ പ്രായപൂർത്തിയായാലും പിന്നെ എത്ര വർഷം അയാൾ അന്തജ് കണക്കാക്കിയെങ്കിൽ ഏകദേശം ഒരു 5 വർഷമാ 10 വർഷമാ ചെന്നിട്ട് അയാളൊന്ന് ആലോചന ആക്കിയിട്ട് ഏകദേശം എത്ര ആയിട്ടിക്കൊണ്ടു അയാൾ ഒരു അന്താജ് കണക്കാക്കാം. ഇനിയിപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ചെന്നിട്ട് അയാൾ കുറേ ഇങ്ങനെ ഡൗട്ട് ആവുകൊണ്ട് കണ്ടെങ്കിൽ അവിടെ യാറത്തിൽ പിടിച്ചത് ആ 10 വർഷമായിട്ട് ഇക്കൊണ്ട് ചെന്നിട്ടു ആ 10 വർഷം യാറത്തെ കണക്ക് പിടിച്ചെങ്കിലായിട്ട്. കാരണം ഈ കൊറുടിയാമ്പത്ത് കഴിഞ്ഞിട്ട് തൊന്തര വേണ്ടത് യാറാമ്പത്ത് പിന്നെ തൊന്തരയില്ലല്ലേ. അപ്പോഴത്തേൽ യാർ എന്താക്കാം ഒന്ന് കണക്കാക്കിയിട്ട് അപ്പോൾ ഒരു വർഷത്ത് ഏകദേശം 365 നാൾ. അപ്പോൾ 365 ലുഹർ അസർ മഗ്രിബ് അത് അല്ലെങ്കിൽ ഖള ആയിപ്പോയ ആ നിസ്കാരം അത് കണക്കാക്കിയിട്ട് 5 വർഷമാ 10 വർഷമാ 25 വർഷമാ അതിലെന്താക്കുന്നു കൃത്യമായിട്ടൊന്ന് കണക്കാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇത്ര ലുഹർ നിസ്കാരം നക്ക് ബാക്കിയുണ്ട്, ഇത്ര അസർ നിസ്കാരം നക്ക് ബാക്കിയുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ എന്താക്കണോ ആ നിസ്കാരം ഖളാ വീട്ടുണ്ടായിട്ടിക്കട്. ഇനി ഖളാ വീട്ടുമ്പോഴത്തുകോ അവിടെ ഇനിയിപ്പോൾ നീയത്ത് വെക്കുമ്പോഴത്തുകോ അതിപ്പോൾ 2015 ഡേറ്റ് 21 അങ്ങനെ നീയത്ത് വെക്കണം, അതിനകത്തൊന്നും ഇല്ല. പിന്നെ അവിടെ ലുഹറും ചൊല്ലി എനിക്ക് ഫർ നിസ്കാരം ഖളാ ആയിട്ട് അള്ളാഹുബേനായിട്ട് നാണ് നിസ്കരിക്കട ഇത്ര നീയത്ത് വെച്ച് മയ്യോ. ഇങ്ങനെ നീയത്ത് വെച്ചിട്ട് അയാൾ ഓരോ നിസ്കാരം ഖളാ വീട്ടിയെങ്കിലായിട്ട് എവിടത്തോളം ചെന്നെങ്കിൽ തർത്തീബ് ക്രമപ്രകാരമായിട്ട് അയാൾ നിസ്കരിക്കണമെന്ന് ചൊല്ലി കണിക്കത്തെ നിർബന്ധ സമയത്ത് ഇല്ലാണ്ടായിട്ടിരിക്കുക സുന്നത്തായിട്ടിക്കട്. ഒരാളിപ്പോൾ എന്താക്കട്ടെ ഒരു 10 ലുഹർ നിസ്കാരം നിസ്കരിക്കട് അല്ലെങ്കിൽ ഒരു 10 അസർ നിസ്കാരം നിസ്കരിക്കട് ആ രൂപത്തിൽ നിസ്കരിച്ചെങ്കിലും ഖളാ വീടുണ്ടായിട്ടിക്കട് അല്ലെങ്കിൽ ലുഹറിൽ പിന്നെ മഗ്രിബ് നിസ്കരിക്കട് അങ്ങനെ തർത്തീബ് ഇല്ലാണ്ട് കണ്ടെങ്കിലും അയാൾ ഖളാ വീട്ടിൽ ശരിയാവണം ഉണ്ടായിട്ടിക്കട്. അവിടെ തർത്തീബ് ക്രമപ്രകാരമായിട്ട് നിസ്കരിക്കുകയും ചൊല്ലി കണിക്കത്തെ ഒരു നിർബന്ധ സമയത്ത് ഇല്ലാണ്ടായിട്ടിക്കട്. അതേപോലെ ശ്രദ്ധിക്കണായ വിഷയ അയാൾ അത്യഗത്യ ചൊന്നെങ്കിൽ അയാളും അയാളെ കുടുംബത്തിന് ചെലവ് കൊടുക്കണോ അതൊക്കെ വേനായിട്ട് ഇയാളെ നയിക്കണോ സ്വറാക്കണോ ആ സ്വറാക്കിയുടെ ടൈമോ അതേപോലെ അയാളെ അത്യഗത്യമായിട്ട് വറങ്ങണോ ആ ടൈമോ ഫുഡ് തിന്നരെ അതുപോലെ ഇങ്ങനത്തെ അത്യഗത്യം ഉള്ളണിക്കത്തെ ടൈമ് വിട്ടിട്ടു ബാക്കി എല്ലാ ടൈമും നിസ്കാരത്തുക വേനായിട്ട് നിസ്കാര ഖളാ വീട്ടുക വേനായിട്ട് അയാൾ യൂസ് ആക്കൊണ്ടായിട്ടിക്കടെ. അയാൾ മൊബൈൽ ഒത്തരല്ല എല്ലാ ടൈമിലും അയാൾ നിസ്കരിക്കൊണ്ടായിട്ട് നിസ്കരിക്കാണ്ട് അയാൾ കളിക്കോ തുടങ്ങിയെങ്കിൽ മൊബൈൽ ഒത്തുവന്ന് തുടങ്ങിയത് കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര അകത്തില്ലാത്ത വിഷയത്തിൽ ഏർപ്പെട്ടേണ്ട് കണ്ടെങ്കിൽ അത് വലിയ തപ്പാവുണ്ടായിട്ടിക്കടെ. ഇമാമിങ് എന്നങ്ങ് പഠിപ്പ് എവിടുത്തോളാൻ ചൊന്നേണ്ട് കണ്ടെങ്കിൽ അയാൾ സുന്നത്ത് നിസ്കാര സമയത്ത് നിസ്കരിക്കൂ തീറാണ്ടായിട്ടിക്കടെ. അപ്പോൾ സുന്നത്ത് ചില ആൾമാർ നിരിച്ചു പോയത് ഞങ്ങൾക്ക് ഖളാ ഉണ്ടല്ലേ ഞങ്ങൾ സുന്ന നിസ്കരിക്കുക ഇല്ലല്ലേ തീരല്ലേ അതുകൊണ്ട് അവിടെ ഖളാ വീട്ടലും ഇല്ല സുന്ന നിസ്കരിക്കില്ല അങ്ങനല്ല ചൊന്നോ. ഈ സുന്ന നിസ്കരിക്കോ തീരാൻ ചൊന്നൊരു അർത്ഥം എന്തോ ഈ സുന്നത്ത് നിസ്കരിക്കുന്ന ടൈമിൽ സുന്നത്രാൻ്റെ ഏറ്റവും അഗത്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവിടെ ഫർളായിട്ടിക്കട്ടെ. അതുകൊണ്ട് ആ സുന്നസ്കാരത്തെ ടൈമിൽ അയാൾ ഫർള് നിസ്കരിക്കട്ടേണ്ടായിട്ടിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാം എന്നൊക്കെ പഠിപ്പാണ്. അല്ലാണ്ട് അയാൾ സുന്നസ്കരിക്കണ്ടാണ്ടല്ല അതിനിപ്പോൾ ആ സുന്ന നിസ്കരിച്ചിട്ടേണ്ട വരിക അയാൾ സുന്ന നിസ്കാരം സ്വഹയ്യാവിടെ. അതേ സമയത്തിൽ ആ ടൈം ഈ ഖളാ വീട്ടുക വേനായിട്ട് അതിൽ യൂസ് ആക്കില്ല ചൊന്ന എനിക്കത്തൊരു തപ്പ് അതിൽ വണ്ടുണ്ടായിട്ടിക്കട്ടെ. അതുകൊണ്ട് ആ സമയത്ത് അയാളെ ഖളാ ആയിട്ടുള്ള ആ ഒരു നിസ്കാര അന്താജ് കണക്കാക്കിയിട്ട് അയാൾ നിസ്കരിക്കട്ടെ ഉണ്ടായിട്ടിക്കടെ. പരിശുദ്ധമായ ഇസ്ലാം ഇമാമിങ്ങ ഞങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കണായ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേപോലെ ചില ഉമ്മമാർ ചൊല്ലുണ്ട് ഞങ്ങൾക്ക് ളുഹാ നിസ്കരിക്കണോ തഹജ്ജുദ് നിസ്കരിക്കണോ ചൊല്ലി ഒരു ആശ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ശ്രദ്ധിക്കണായത് ഞങ്ങൾ ഇപ്പോൾ തഹജ്ജുദ് ടൈം എണിച്ചിട്ട് ഞങ്ങൾ ആ സമയത്തിൽ ഖളാ വീട്ടാണ്ട് കണ്ടെങ്കിൽ ളുഹാ നിസ്കാരത്തെ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ നിസ്കാര ഖളാ വീട്ടുകൊണ്ടുള്ളാണ്ട് കണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ആ ഖളാ വീട്ടുമ്പൊത്തുകെ റബ്ബ് ഞങ്ങൾക്ക് ആ ഒരു സുന്നത്ത് നിസ്കാരത്തെ പ്രതിഫല തണ്ടാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ആ സമയത്തിൽ ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലല്ലേ പോവാ അല്ലെങ്കിൽ ളുഹാ നിസ്കരിച്ചില്ല അങ്ങനത്തെ ബേജാറാക്കിടകത്തില്ല. പിന്നെ ആ സമയത്തിൽ ഞങ്ങൾ മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കണായ ഞങ്ങൾ ലൈഫിൽ മിസ്സായി പോയ ഖളാ ആയിപ്പോയ എനിക്കത്തെ ആ നിസ്കാരം നിസ്കരിക്കൊണ്ടായിട്ടിക്കടെ. അതേപോലെ ചില ആൾമാർ ഹജ്ജിക്ക് പോയിട്ട് വന്നേണ്ട് കണ്ടെങ്കിൽ ഇനി എൻ്റെ ദോഷമുള്ള പുറത്തുറു ഇനി തൊന്തരയില്ല നായി നിസ്കരിക്കട അകത്തിയില്ല എൻ്റെ ആ മിസ്സായ നിസ്കാരമെല്ലാം പഠിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ട അങ്ങനെ ചൊല്ലി എനിക്കെത്ത ആൾമാർ സമയത്ത് ഉള്ളാർ. അങ്ങനെയല്ല അത് ആ ഹജ്ജ് ചെയ്തത് കൊണ്ടിട്ട് നിൻ്റെ ഖളാ ആയ നിസ്കാരத்துக்கு പരിഹാരമാവില്ല. നീനെ ഹജ്ജ് ചെയ്തേണ്ട് കണ്ടെങ്കിലും ഉംറ ആക്കിയേണ്ട് കണ്ടെങ്കിലും നിൻ്റെ ഖളാ ആയിട്ടുള്ള നിസ്കാരങ്ങളിൽ നീന്
വീട്ടിൽ നിർബന്ധമായിട്ടിക്കട് ചില ആൾമാർ അങ്ങനെ ചൊല്ലുന്നുണ്ട്. ഹജ്ജിക്ക് പോയിട്ട് വന്നല്ലേ ഇന്ന് കള്ളാ വീട്ടകത്തില്ല, അയാളെല്ലോ ദോഷവും അള്ളാഹു പുറത്തു പോയത്. അതിലർത്ഥം അങ്ങനെയല്ല, അതൊരു ഹക്കായിട്ടിക്കടെ, യജമാനൊട്ടിക്കുള്ള ബാധ്യതയായിട്ടിക്കടത്. അതുകൊണ്ട് ആ കള്ളാ ആയിട്ടുള്ള നിസ്കാരം കള്ളാ വീട്ടുണ്ടായിട്ടിക്കടെ പരിശുദ്ധമായി ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടി തന്നെ. കള്ളാ വീട്ടിൻ്റെ മധ്യ അയാൾ തിരത്തറിങ്ങനെ കള്ളാ വീട്ടുകൊണ്ടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒരാൾ മരിച്ചു പോയേണ്ട കണ്ടെങ്കിൽ അത് അല്ലാഹു തആല പുറത്തു കൊടുക്കൂടാണ്ടായിട്ട്. കാരണം അയാൾ തിരത്ര പ്രയത്നാക്കിലല്ലേ നിസ്കാരം കള്ളാ വീട്ടൊക്കെ വേനായിട്ട്. പിന്നെ ഞങ്ങൾ നിസ്കാരം കള്ളാ വീട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റബ്ബടയിൽ അള്ളാഹുവേ എൻ്റെ ജീവനത്തിൽ ഇത്ര നിസ്കാരം കള്ളാ ആയിപ്പോയിട്ട് റബ്ബേ നീന് പൊറുക്കണം ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താക്കുക ദ്വാർന്നോണ്ടിക്ക റബ്ബ് വലിയ അഫൂ ചെയ്യണവണോ ഗഫൂറായിട്ടിക്കട പൊറുക്കിടവണായിട്ടിക്കട. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായി ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേപോലെ ഞങ്ങൾ ലൈഫിൽ നിസ്കാരം കള്ളാ ആവാത്ത പോലെ ഞങ്ങൾ എത്ര എന്താക്കണോ ജാഗ്രതാക്കണോ. ചില പുതിയാപ്പിളമാർ പുതിയണ്ണമാർ ആ ഒരു നല്ല നാൾ മങ്ങിലത്തെ ആ ഒരു ശ്രേഷ്ഠമായ നാളിലെ സമയത്ത് നിസ്കാര കള്ളാ ആക്കിടെ പുതിയണ്ണമാറുള്ളാർ പുതിയാപ്പിളമാറുള്ളാർ. അതേപോലെ മങ്ങിലത്ത് പോയിട്ട് നിസ്കാര കള്ളാക്കിടങ്ങുള്ളാർ. ഒരു നല്ല നാളിൽ ഒരു ബറക്കത്തുള്ള നാളിൽ അതാ നിസ്കാരം കള്ളാ ആക്കിയെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിക്കാഹിൽ അല്ലെങ്കിൽ ആ മാരേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ ഒരു ബറക്കത്തില്ലാണ്ടായിട്ട് കാണാം. എല്ലാ ബറക്കത്തുള്ള നിസ്കാരത്തിലായിട്ട് നിസ്കരിക്കാത്ത ഒരാൾ ഔത്തുക്ക് വന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ദ്വാ മജ്‌ലിസ് വന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ജാഗ്യ വന്നെങ്കിൽ ബറക്കത്തില്ലാത്ത എനിക്കൊരു അവസ്ഥ സാഹചര്യം ഉണ്ടാവുണ്ടായിട്ടിക്കടെ ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു വിഷയം നിസ്കാരമായിട്ടിക്കടെ ഇമ്പോർട്ടൻ്റ്. അത് മങ്ങിലാവട്ടെ ബാക്കി ഏത് കാര്യക്രമാവട്ടെ ലൈഫിൽ നാളൊരു നിസ്കാരം പോലും കളാ ആക്കലാൻ ചൊല്ലി എനിക്കെത്തൊരു പ്രതിജ്ഞ ഞങ്ങൾ എല്ലാവരും ലൈഫിൽ എടുക്കണായി എനിക്കെത്തൊരു ടൈമായിട്ടിക്കടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാർ. നിസ്കരിക്കുന്ന ആൾമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കും. ഇത് ഗൊന്തില്ലാത്ത ചെമ്മച്ച ആൾമാറുള്ള അങ്കോ ഇതൊരു യൂസ് ആവിടും. എത്ര എത്തുപാട്ടോറും. അതേപോലെ ഞാൻ മിഅ്റാജിലെ നാളിൽ അൽഹംദുലില്ലാ എല്ലാവർക്കും വേനായിട്ട് ഞങ്ങൾ എല്ലാവരും ദ്വാർന്നല്ല നിങ്ങൾ ഓരോ ബേജാറും ചൊല്ലുമ്പോഴത്തേക്കും അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും ദ്വാർന്നോട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ദ്വാ കബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.